നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. തങ്ങൾക്കെതിരെ വരുന്നവർക്ക് കടുത്ത താക്കീതാണ് സൗദി നൽകുന്നത്. അതോടൊപ്പം തന്നെ സൗദി ഭരണാധികാരികൾ ആവർത്തിച്ചു പറയുന്ന മറ്റൊരു കാര്യമാണ് മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിപ്പിക്കുക എന്നത്. ഇപ്പോഴത്തെ തുർക്കി ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ ആഹ്വാനം നൽകി സൗദിയിലെ സമൂഹ മാധ്യമങ്ങളിൽ ക്യാമ്പയിൻ തുടങ്ങിക്കഴിഞ്ഞു. സൗദി ഭരണാധികാരികൾക്കെതിരെ തുർക്കി സ്വീകരിക്കുന്ന നടപടികളിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ബഹിഷ്കരണ ആഹ്വാനം നടത്തിയിരിക്കുന്നത്. സൗദി ചേംബേഴ്സ് കൗൺസിൽ പ്രസിഡന്റാണ് കഴിഞ്ഞ ദിവസം ട്വിറ്ററിൽ ബഹിഷ്കരണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സൗദി ഭരണാധികാരികൾക്കെതിരെ തുർക്കി സർക്കാർ ശത്രുതാപരമായ സമീപനം സ്വീകരിക്കുന്നു എന്നാരോപിച്ചാണ് ബഹിഷ്കരണ ആഹ്വാനം നൽകിയിരിക്കുന്നത്. സൗദി കൗൺസിൽ ഓഫ് ചേംബേഴ്സ് പ്രസിഡന്റ് അജ്ലാൻ അൽ അജ്ലാനാണ് കഴിഞ്ഞ ദിവസം ട്വിറ്ററിൽ ബഹിഷ്കരണത്തിന് നിർദ്ദേശം നൽകിയത്. നിലവിലെ അവസ്ഥയിൽ തുർക്കി ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കേണ്ടത് ഓരോ സൗദി പൗരന്റെയും ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയും ചെയ്തു. തുർക്കി ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് നിർത്താൻ രാജ്യത്തെ കമ്പനികളോട് അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്തു. തുർക്കിയിൽ നിക്ഷേപം നടത്തുന്നത് നിർത്തിവെക്കാൻ സൗദി നിക്ഷേപകരോടും തുർക്കിയിലേക്കുള്ള വിനോദസഞ്ചാരം അവസാനിപ്പിക്കാൻ എല്ലാ പൗരന്മാരോടും അൽ അജ്ലാൻ ആവശ്യപ്പെടുകയുണ്ടായി. തുർക്കി ഭരണാധികാരി അറബികളുടെ ചരിത്രത്തെ അവഹേളിച്ചതായും അപമാനിച്ചതായും കുറ്റപ്പെടുത്തി സമൂഹ മാധ്യമത്തിൽ തുടർ ക്യാമ്പയിനും നടത്തിവരികയാണ്. അതേസമയം ഇറാന് മേൽ ഏർപ്പെടുത്തിയ ആയുധോപരോധം ഈ മാസം 18 അവസാനിക്കുമെന്ന റിപ്പോർട്ടുകൾ നൽകുന്ന ആശങ്കകളും ചെറുതൊന്നുമല്ല. ആയതിനാൽ തന്നെ ഇറാനെതിരെ അന്താരാഷ്ട്ര സമൂഹം നടപടിക്ക് തയ്യാറാവണമെന്ന് സൗദി ഇതിനോടകം തന്നെ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഇറാന്റെ ആണവായുധ നിർമ്മാണ നീക്കങ്ങൾ തടയുന്നതിനും കരാർ ലംഘനങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിനും നടപടി അത്യാവശ്യമാണെന്ന് സൗദി വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. സൗദി വിദേശകാര്യമന്ത്രി പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാനാണ് ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര ആണവായുധ നിർമ്മാർജ്ജന ദിനത്തിൽ UN വെർച്വൽ യോഗത്തിൽ സംസാരിക്കവെയായിരുന്നു മന്ത്രി ഇത്തരത്തിൽ വ്യക്തമാക്കിയത്. ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റാൻ നാം ബാധ്യസ്ഥരാണ്. ഇറാന്റെ അന്താരാഷ്ട്ര കരാർ ലംഘനങ്ങളെ പ്രതിരോധിക്കുന്നതിന് ലോക സമൂഹം തയ്യാറാവണം. പ്രത്യേകിച്ച് 2015 ആണവ നിർവ്യാപനവുമായി ബന്ധപ്പെട്ട കരാർ പാലിക്കുന്നതിന് ഇറാനെ നിർബന്ധിതമാക്കണമെന്ന് മന്ത്രി UN രാഷ്ട്രപ്രതിനിധികളോട് ആവശ്യപ്പെടുകയുണ്ടായി. കരാറിൽ നിശ്ചയിച്ച പരിധിയേക്കാൾ 10 മടങ്ങ് കൂടുതലാണ് ഇറാന്റെ പക്കലുള്ള സമ്പുഷ്ട യുറേനിയം സ്റ്റോക്ക് എന്നും മന്ത്രി പ്രതിനിധികളെ ഓർപ്പിക്കുകയുണ്ടായി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.